ഹായ് നമസ്കാരം. എൻസൈക്ലോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ അറിയിക്കുന്നു. വിഷുദിനത്തിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഗുരുവായൂർ കണ്ണൻ്റെ സ്വന്തം ഒരു പൊന്നോമനയെയാണ്. മറ്റാരുമല്ല, ഗുരുവായൂർ ദേവസ്വം നന്ദൻ. 35ഓളം വർഷങ്ങൾക്ക് മുൻപ് കർണാടകയിലെ ഒരു വനയോര ഗ്രാമത്തിൽ നിരന്തര ശല്യമായി മാറി മതിച്ചു നടന്നിരുന്ന ഒരു കാട്ടാനയുണ്ടായിരുന്നു. പലതവണ ആനയെ അകറ്റി നിർത്താൻ പഠിച്ച വിദ്യ 18 പയറ്റിയിട്ടും ഗ്രാമവാസികൾക്ക് നിരാശയായിരുന്നു ഫലം. ഒടുവിൽ ഫോറസ്റ്റുകാരുടെ നിരന്തരമായ ശ്രമത്തിനൊടുവിൽ ആനയെ തളയ്ക്കപ്പെട്ടു. ആ സമയം ഇങ്ങ് നമ്മുടെ കൊച്ചു കേരളത്തിൽ കോഴിക്കോട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ജനറൽ മാനേജർ ശ്രീ നന്ദകുമാർ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ നടയിരുത്താനായി നല്ലൊരു കുട്ടിക്കൊമ്പനെ തേടി നടക്കുകയായിരുന്നു. അപ്പോഴാണ് ആ വാർത്ത അദ്ദേഹത്തിൻ്റെ കാതുകളിലെത്തിയത്. കർണാടക ഫോറസ്റ്റുകാർക്ക് അടുത്തിടെ വനയോര ഗ്രാമത്തിൽ നിന്നും 24 വയസ്സുള്ള ഒരു സുന്ദരൻ കൊമ്പനെ കിട്ടിയിരിക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹം കർണാടകയിലേക്ക് വണ്ടി കയറി. കണ്ട് ഇഷ്ടപ്പെട്ട് അവനെയും കൊണ്ടിങ്ങ് പോന്നു. അതായിരുന്നു സംഭവിച്ചത്. നേരെ നാഗേരിമനയിൽ ഒരാഴ്ച കാലത്തോളം കൊണ്ടു നിർത്തിയ ആനയെ നടപടികളെല്ലാം പൂർത്തിയാക്കി 1996 നന്ദകുമാർ നന്ദൻ എന്ന് നാമകരണം ചെയ്ത് ഗുരുവായൂർ കണ്ണന് സമർപ്പിച്ചു. തനി കാട്ടാനയായിട്ടാണ് നന്ദൻ ഗുരുവായൂർ വന്നു കയറിയത്. ദേഹമാസകലം മുറിവുകളും പരിക്കുകളും നിറഞ്ഞ് കാണാൻ തന്നെ പരുക്കനായൊരു കാട്ടാന. നന്ദനെ കോട്ടയിൽ ആദ്യമായി ചികിത്സിച്ച കൈമൾ സാറിൻ്റെ വാക്കുകളിൽ അന്ന് നന്ദൻ്റെ ദേഹത്തു നിന്നും വെടിയുണ്ടകളുടെ ബാക്കി പത്രങ്ങൾ ലഭിച്ചു എന്ന് തന്നെ പറയപ്പെടുന്നു. തൻ്റെ കഴിഞ്ഞകാല ദുരിതങ്ങളെല്ലാം മറന്ന് നന്ദൻ കോട്ടയിൽ പുതിയ ജീവിതം തുടങ്ങി. കൂട്ടിന് പാറശ്ശേരി മോഹൻദാസ് എന്ന അഗ്രഗണ്യൻ കൂടിയപ്പോൾ നന്ദൻ തെളിഞ്ഞു. നാടൻ ആനകളെ കവച്ചു വയ്ക്കുന്ന ലക്ഷണങ്ങൾ നന്ദനിൽ പ്രകടമായി. വെറും ഒരു കാട്ടാനയായി വന്നു കയറിയ ഒരുവൻ പിന്നീട് തികഞ്ഞ ഒരു തിടമ്പാനയായി മാറുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത്. മോഹൻദാസിൻ്റെ കീഴിൽ ആന എല്ലാ ചിട്ടവട്ടവും സ്വായത്തമാക്കി. അങ്ങനെ ആദ്യമായി ഗുരുവായൂർ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് തന്നെ നെറ്റിപ്പട്ടം കെട്ടിയ നന്ദൻ ഗുരുവായൂരപ്പൻ്റെ പൊന്തിടം പേറ്റി തൻ്റെ അരങ്ങേറ്റം കുറിച്ചു. ഗജരത്നം ഗുരുവായൂർ പത്മനാഭന് ആറാട്ടിന് പങ്കെടുക്കാൻ പറ്റാതെ വരികയും പത്മനാഭൻ്റെ പകരക്കാരനായി പുണ്യപുരാതനമായ ആറാട്ടിൻ്റെ പഞ്ചലോഹ തിടമ്പ് നന്ദൻ ശിരസിൽ വഹിക്കുകയും ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നന്ദൻ പ്രശസ്തി ആർജിച്ചു. ഏഷ്യയിലെ തന്നെ ഏറ്റവും ശരീരഭാരമേറിയ ആന എന്നുള്ള ബഹുമതി നന്ദന് സ്വന്തം. ഗുരുവായൂർ കേശവനും പത്മനാഭന് ശേഷം തൃശൂർ പൂരം തിടംപേറ്റിയ ബഹുമതിയും നന്ദന് തന്നെ. 2018 19 തെക്കോട്ടിറക്കത്തിന് നായകസ്ഥാനം വഹിച്ചു. തിരുമാതാംകുന്നമ്മയുടെ തങ്കത്തിടമ്പ് തുടർച്ചയായി എഴുന്നള്ളിക്കുന്നത് നന്ദൻ തന്നെ. കൂടൽമാണിക്യം ശ്രീ സംഗമേശ ഭഗവാന്റെ തിടമ്പേറ്റുവാനുള്ള ഭാഗ്യവും നന്ദനെ തേടിയെത്തി. നെന്മാറ വല്ലങ്ങി വേലകളിൽ ഒരു അവിഭാജ്യ ഘടകമായി നന്ദൻ മാറി. ഇന്ന് പാലക്കാട് ഭാഗത്തുള്ള പല ലക്ഷണമൊത്ത പൂരങ്ങൾക്കും പതിവായി നന്ദനാണ് തിടമ്പേറ്റുന്നത്.
സഹ്യപുത്രന്മാരിൽ കണ്ടുവരുന്ന എല്ലാ ലക്ഷണ തികവുകളുമുള്ള ആനയാണ് നന്ദൻ. ഉയർന്ന തലക്കുനി, നിലത്ത് മുട്ടുന്ന തുമ്പിക്കൈ, ഉയർന്ന വായുകുംഭം, അസാധാരണമായ വലിപ്പമുള്ള പെരുമുഖം, വീശിയടിച്ചാൽ കണ്ണുകൾ പൂർണ്ണമായും മറയുന്ന വലിയ ചെവികൾ, 10 അടിക്ക് മുകളിൽ ഉയരം, ഉറച്ച നടയമരങ്ങൾ, അങ്ങനെ ലക്ഷണങ്ങൾ അനവധി. കണ്ണ് കിട്ടാതെ ഇരിക്കാനെന്നോണം വെള്ള കലർന്ന കണ്ണുകൾ, വാലിന് ചെറിയൊരു വളവ് എന്നിവയാണ് നന്ദൻ്റെ ന്യൂനതകൾ. ചാരനിറം കലർന്ന കറുപ്പ് നിറമാണ് നന്ദന്. നന്ദൻ്റെ വാൽ വെള്ളരോമങ്ങളാൽ അലങ്കാരികമാണ്. നന്ദൻ്റെ ആകെ ഭാരം 6.5 ടൺ അടുപ്പിച്ചുണ്ടാകും. നീരുകാലം ചിങ്ങമാസം തുടങ്ങി ധനുമാസത്തിൽ അവസാനിക്കും. ദൈർഘ്യമേറിയ നീരുകാലം തന്നെയാണ് നന്ദന്. നാരായണപ്രിയൻ നന്ദൻ സ്വതവേ ഒരു ഭക്ഷണപ്രിയനാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചവയ്ക്കാൻ കിട്ടിയാൽ അത്രയും സന്തോഷം. ഭക്ഷണത്തിൽ എന്ന പോലെ ഉറക്കത്തിൻ്റെ കാര്യത്തിലും നന്ദന് വിട്ടുവീഴ്ചയില്ല. എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ ആനയെ ഉറക്കമില്ലാതെ കൊണ്ടുപോകാമെന്നൊന്നും സ്വപ്നത്തിൽ പോലും ആരും കരുതേണ്ട. എല്ലാം സാവധാനം മാത്രമേ ചെയ്യൂ. അതിപ്പോൾ ദേഹമാകെ ഇളകി അങ്ങനെ പ്രൗഢിയോടെ നടന്നു വരുന്നത് ആയിരുന്നാലും ആഹാരം കഴിക്കുന്നതായിരുന്നാലും. ഒന്നാമന് എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്ന ആന രണ്ടാമനും മൂന്നാമനും അധികം വകവെച്ച് കൊടുക്കാറില്ല. വെടിക്കെട്ട് ഇത്തിരി പേടിയുണ്ടായിരുന്നു, എന്നാലും തൻ്റെ ചട്ടക്കാരൻ കൂടെയുണ്ടോ എങ്കിൽ ഒരു പേടിയുമില്ലാതെ നിൽക്കും. അതുപോലെ പുളിയുടെ കാര്യത്തിലും നന്ദൻ ഒരു അനുരഞ്ജനത്തിലും തയ്യാറല്ല. ഒരു കാലത്ത് മനുഷ്യരുടെ നേരെ മതിച്ചു നടന്ന കാട്ടാന ഇന്നിവിടെ കേരളത്തിൻ്റെ 2ാം ജന്മത്തിൽ ഇന്നോളം ഒരു പ്രശ്നവും കാട്ടാതെ ഗുരുവായൂരപ്പൻ്റെ പൊന്നോമനയായി പൂരപ്പറമ്പുകൾ കീഴടക്കി നടന്നു നീങ്ങുന്നു. ഇനിയും ഒട്ടേറെ ഉയരങ്ങൾ കീഴടക്കി അവൻ മുന്നേറുന്നത് നമുക്ക് പ്രാർത്ഥനയോടെ കണ്ടു നിൽക്കാം. വർഷങ്ങളായുള്ള ഒരു ആന പാപ്പാൻ കൂട്ടുകെട്ടിന് വിരാമം വിട്ടുകൊണ്ട് ഈ സീസണിലാണ് ഗുരുവായൂർ നന്ദന് പുതിയ ചട്ടക്കാരൻ ചാർജ് എടുത്തത്. പുതിയ കൂട്ടുകെട്ടിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ പുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ വിടവാങ്ങുന്നു. നന്ദി, നല്ല നമസ്കാരം.